മേലുന്നെട്ടി വീണ് 5-6 കോണിപ്പടിമന്ന് തായോട്ട് വീണിക്ക. നിങ്ങൾ പറഞ്ഞല്ലേ ഇന്നലെ പോണ്ടാ പോണ്ടാ പോണ്ടാന്ന് പറഞ്ഞല്ലേ, അത് കേട്ടില്ല. ആ പോരെ, അഭിനയിക്കേണ്ട മതി. വീഡിയോ ആ വടി വെച്ചൊരു ആ കൈക്കോട്ട് എന്തായിട്ട പഴയത് ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ കുടുംബത്തിലും ചെറിയ ചെറിയ ചിറ്റലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നല്ലവരായിട്ട് ആരുമില്ല. എല്ലാ കുടുംബത്തിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് ഞങ്ങൾ കുറച്ച് മാഞ്ഞാളം കറി ആയിക്കോട്ടെ. എനിക്കിപ്പോഴും കുട്ടിത്തം തുളുമ്പുന്ന പ്രായമാണ്. സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ഇടുന്ന ആരോ ഫർസൂന് വേണ്ടിട്ട് മുട്ടയിലോ പത്തിരിച്ചട്ടിയിലോ ചെമ്പിലോ എങ്ങനെയോ അങ്ങനെ പഠിച്ചോന് പോലെ ആയിക്കോളും. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് ഡിവോഴ്സ്, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ വേണമെങ്കിൽ നമുക്കൊരു വക്കീലിന്റെ അടുത്ത് എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട. ഓക്കെ, എനിക്കിന്റെ യൂട്യൂബിന്റെ സാധനങ്ങളൊക്കെ തന്നാ തിരിച്ചു തന്നാ മതി. യൂട്യൂബ് ആണ് വലുത്, പുയ്യാപ്പിളല്ല. അല്ലെങ്കിൽ ജീവിക്കണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ അതിൽ ഏതെങ്കിലും വീഡിയോ എപ്പോഴെങ്കിലും ഇട്ടിട്ട് ഞാൻ ജീവിച്ചോളാം. പിന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒക്കെ. അപ്പൊ ഈ കൊല്ലം എന്താ പറയാ 1-ാം തീയതി മുതൽ കണ്ടിന്യൂസ് പറഞ്ഞു വെറും വെൽക്കം ബാക്ക് തന്നെ. എന്താന്നറിയില്ല, ഈ കൊല്ലം ഇന്നിപ്പോ എത്രാം തീയതി? 10-ാം തീയതി, 10-ഓ 11-ഓ ആയില്ലേ. 1-ാം തീയതി മുതൽ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയതാണ്. പർസ് ഓരോരോ വള്ളിക്കെട്ട് കഴിഞ്ഞോ അടുത്തത് ഇങ്ങനെ വരികയാണ്. ഒന്ന് മഞ്ഞപ്പീത്തം മാറിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തില്ല. ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിക്കുമ്പോ അടുത്ത പണി കിട്ടി. അതായത് പർസൂനെ നേരിട്ട് ക്ഷണിക്കാത്തൊരു കല്യാണത്തിന് ഇന്നലെ പോയി ഗൈസ്, കൊയിലാണ്ടി ഭാഗത്ത്. അവിടുന്ന് വലിയ ജാടട്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടപ്പോ എന്തിനാണ് ഇല്ലാത്ത പറയണത്. ഓല് ഇതില് കമന്റ് ഇടും, ഞങ്ങളിടയില് വലിയ ജാടട്ട് നടന്നിട്ടല്ലേ അവിടെ ഉള്ള മറ്റേ കോണിപ്പടിമെന്ന് മോൾന്ന് താഴത്തെറ്റേ ഐസ് ഓടിക്കോ ഓളെടുത്തുനിന്ന് ഓടിക്കോ. ഓക്കെ, ഇത് നോക്ക് ബീരാനെ വീണത് കണ്ടിട്ട് അവൻ പേടിച്ചു നോക്കിയ ഐസിലാണ് അതിനെക്കാട്ടി വലിയ കരച്ചില്. കാരണം അതായത് സംഭവം പറയട്ടെ, ആ വലിയ കോണിപ്പടീന്റെ മോളിന് ഒരു 5-6 സ്റ്റെപ്പ് താഴെ ഇട്ടാടെ ഇങ്ങനെ ചന്തി അടിച്ച് ഇങ്ങനെ വിൽക്കുക. കാണോല് മുഴുവൻ ഇങ്ങനെ നോക്കി ചിരിക്കുക. തന്നെ നോക്കി ചിരിക്കുക. ഇങ്ങളെ പോലെയുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. അവിടെ എല്ലാവർക്കും നല്ല സ്നേഹം. കാരണം ഇങ്ങളൊരൊറ്റ ആള് വന്നിട്ടാണ് അവിടെ ഇതാക്കിയത്. എന്നിട്ട് ചുരുക്കി പറഞ്ഞ എന്താ അവിടെ ഒന്നായിട്ട് കരിഞ്ഞു മെഴുകി ആ കല്യാണം. ഞാൻ വേദന സഹിച്ച് നിക്കുക. അത് ഞാൻ കരിഞ്ഞിട്ടില്ല. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഓല് പറയാ കരിയണമെന്നുണ്ട്. പക്ഷെ കരിച്ചില് പുറത്തേക്ക് ഇത്രയും ആൾക്കാർ മുന്നിൽ എങ്ങനെയാ പൊട്ടിക്കരി കാണുന്നത്. അങ്ങനെ വെള്ളം വേദന സഹിച്ചില് പിടിച്ചതാ. എങ്ങനാ ഇന്നലെ കിടന്ന് ഉറങ്ങി വീട്ടിലെത്തുമ്പോഴേക്ക് ഞങ്ങൾ 1 മണി. ആയിസമ്മ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കല്യാണത്തിന് പോകണ്ട, എന്നെ വിളിക്കാത്ത കല്യാണല്ലേ ഞാനും പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞത് കേക്കാണ്ട് കല്യാണത്തിന് വന്നതാണ്. എന്താണിത്? ആൾക്കാർ വല്ലതും തെറ്റിദ്ധരിക്കും. നേരെ അങ്ങനെ ഇതപ്പോ രാവിലെ തന്നെ എങ്ങനെ ഞാൻ നല്ല ഉറങ്ങിട്ട് വിട്ടേക്ക് ശരിയാവില്ല. അപ്പൊ രാവിലെ എങ്ങനെയോ ഉറങ്ങി 1 മണിക്കോട്ടാണ് ഇവിടെ എത്തിയ. പിന്നെ എങ്ങനെയോ കിടക്കാന് പറ്റുന്നില്ല. മേലെ കിടക്കാൻ ചെരിഞ്ഞെടുക്കാനൊന്നും പറ്റൂല. എന്താ പറയാ, ഊര പോച്ച് എണീച്ച് അവിടെ വീട്ടിലെങ്ങാനോണം എത്തിയ വേഗം ഡ്രസ്സ് മാറ്റി. അതായത് 3 മണിയായിട്ടുണ്ട് കേട്ടോ. രാത്രി നമ്മൾ എത്തുമ്പോ 3 മണിയായിട്ടുണ്ട്. 1 മണിയാണ്. 1 മണിയൊക്കെ എപ്പോഴും കിടക്കുമ്പോ തന്നെ 2-2:30 3 മണി. അങ്ങനെ രാവിലെ എണീച്ച പാട് മക്കളെയും വേഗം മാറ്റിച്ച് ഞാനും പല്ല് വരെ തേച്ചില്ല. ഇന്നലെ എങ്ങനെയാണോ ഉള്ളത് പറഞ്ഞിട്ടില്ല എന്താ സംഭവം. ഇപ്പൊ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പെരുന്തലട്ടലെത്ത് അല്ല രാവിലെ
രാവിലെ ഞാൻ ഇമ്മനെ വിളിച്ച് പറഞ്ഞു പാടിപ്പറ്റേക്ക് വരാൻ പറഞ്ഞു, ഇമ്മന്റെ അടുത്തേക്ക് വരാം, ആസിമാന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീണെന്ന് മാത്രമേ പറയണേ. ഇവിടെ വീട് എങ്ങനെ വീട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഉമ്മനോട് വേഗം വരാൻ പറഞ്ഞു. ഉമ്മ വന്നിട്ട് വേണം എനിക്കിത് കാണിക്കാൻ പോണെങ്കിൽ. മക്കളൊക്കെ ഞാൻ വീട്ടിലാക്കിയിട്ടാ പോവാ. അപ്പൊ ഉമ്മയും കൂടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പിത്തൊക്കെ മാറിയോന്ന് നിങ്ങള് ചോദിക്കുക. അതായത് ഇന്ന് അതിന്റെ ടെസ്റ്റും കൂടി ചെയ്യാം. പച്ചമരുന്നൊക്കെ കുടിച്ചിട്ട് ഇനി രണ്ടും കൂടി വന്നാൽ ഏതായാലും നമ്മ പോവാല്ലേ. ആയിസമ്മന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് ബാക്കി ആയിസമ്മക്ക് തീരെ അറിയില്ല എന്താ സംഭവം, എന്താ ഒന്നും അറിയില്ല. ഉമ്മനോട് അങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പൊ വരുന്നുണ്ട് എന്ന് മാത്രമേ പറയൂ. ആ കുന്തമ്പടി ഇവിടെ എവിടെ ഉണ്ട് കുടിക്കുന്ന കുന്തമ്പടി വേണോ? കുന്തമ്പടി ഇട്ടാണ് എനിക്ക് മേലിന്ന് എട്ടി വീണ് 5-6 കോണിപ്പടിമെന്ന് തായോട്ട് വീണിക്ക. നിങ്ങള് പറഞ്ഞല്ലേ ഇന്നലെ പോണ്ട പോണ്ട പോണ്ടാന്ന് പറഞ്ഞല്ലേ, അത് കേട്ടില്ല. പോരെ പോരെ വാ പോരെ, അഭിനയിക്കേണ്ട മതി. വീഡിയോ ഇറങ്ങാൻ പറ്റുന്നില്ല. ആ വടി വെച്ചൊരു ആ കൈക്കോട്ട് എന്തായിട്ട പഴയത് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ കൊലായില് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ ഇറ്റാലി. എന്നിട്ട് മറ്റേ പച്ച വലി വിച്ചീനു നമ്മള് മുകളിൽ ഇട്ടില്ലേ, പക്ഷെ അതിനെക്കാട്ടി നെയ്സായത് അടി വെച്ചു. അപ്പൊ ഞാൻ പാല് കൊടുക്കാൻ വേണ്ടി അത്തക്ക് കേറിപ്പോയി. അതേപോലെ ഇറങ്ങി വന്നതാ. അപ്പൊ ബേക്കില് മാള് വെനയും പിടിച്ച് നിക്കുന്നുണ്ട്, ഞാൻ വെളി ഒക്കത്ത് പിടിച്ചിരിക്കണു. ഒരു സ്റ്റെപ്പ് ചവിട്ടിയത് അതാ ഞാൻ പോണം. അങ്ങനെ 3-4 സ്റ്റെപ്പ് അങ്ങനെ തലി അടിച്ചിരിക്കണു. സൈഡിന്റെ തലി അടിച്ചാൽ തട്ടൻ ചുറ്റിയതിനെ കൊണ്ട് തലക്ക് പറ്റിയില്ല. ഊര ചെക്കടോന്ന് പറഞ്ഞിട്ട് ഊരക്ക് പറ്റി. ഇവളെ ഞാൻ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് മുറുക്കി പിടിച്ചും ചെയ്ത് അതിനെ കണ്ട് വെക്കൊന്നും പറ്റിയില്ല. പറ്റിയത് പറ്റില്ല. എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കി. ഞാൻ സ്വന്തക്ക് കല്യാണത്തിന് പോവാന്ന് പറഞ്ഞപ്പം കല്യാണത്തിന് ബെയ്ക്കാണ്ട് പോരുകയെന്നാണ് പണ്ടുള്ളവരെ പഞ്ചല്. ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ചോറ് കഴിച്ചതിന് ടേസ്റ്റാണ് പറ്റിയത്. ചോറൊക്കെ തിന്നാരാണ്. ചോറൊക്കെ തിന്നാരാണ് പറ്റിയത്. നല്ല നെയ്ച്ചോറ്, നല്ല കോഴിക്കറി. എന്ത് രസാ കോഴിക്കറി. അതിനെന്താ കല്യാണത്തിന് പോകൂല. ഉമ്മനെ വിളിച്ചെങ്കിൽ ഉമ്മ അങ്ങോട്ട് വരാന്ന് കെട്ടിയാൻ പോവാന് ആംബുലൻസ് എവിടെ വീട് എന്താ പറ്റിയെന്നൊന്നും പറയാം. വീടിക്കിടൊന്നും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തൊക്കെ ഒപ്പിച്ചേക്ക്. പല്ലേക്കണം, ചായ കുടിക്കണം. 7 ദിവസം കുളിക്കാൻ പറഞ്ഞപ്പോ കെട്ടിച്ചാൽ 7 ദിവസം അങ്ങനെ കുളിക്കുമെന്ന് ആലോചിക്കണേ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ മോള് വിളിക്കാത്ത കല്യാണത്തിന് പോയി. ഇതുവരെ പോയില്ല, എനിക്കറിയാം. വിളിക്കാത്ത കല്യാണത്തിന് ഓൾ ഇതുവരെ പോയില്ല. നമ്മ ഞാൻ വേഗം വരുമൊക്കെ പറഞ്ഞ പറ്റൂല, എന്തായാലും പറയും. ഓനൊറ്റക്ക് പറഞ്ഞേക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഇവര് പോയി. ഞാനും അങ്ങനെ പോയി. അങ്ങനെ വീട്ടിൽ വെച്ച് കാലമുട്ടിന് കട്ടിയിലേടോ വെച്ചിട്ട് കാലമുട്ട് കൊടുത്തിട്ട് മുട്ട അതേ പോയി. ഒന്നാമത്തെ അവർക്ക് എന്നെ പറ്റിയാ പിന്നെ കല്യാണത്തിന് വന്നു. കല്യാണത്തിന് ചോറൊക്കെ തിന്നാലാണ്. അങ്ങനെ ചെപ്പുമ്മൽ ഈ കല്യാണം പറയല്ലോ സാധാരണ കിട്ടിയത് മുട്ടായി എടുത്തു പോയി. 8 സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പല്ല, കോണിപ്പടി 8 ഒക്കെ ഉണ്ടാവും. കോണിപ്പടിമ നല്ല വീട്. കൊടുക്കടോ. അപ്പൊ ഇത് ഒന്നുകൂടി വാങ്ങി കൊടുത്തേക്ക്. തിന്നുന്ന കണ്ട ജോലി എല്ലാം തിന്നുന്നു. അവിടെ എല്ലിന് വേദന ഇല്ലേനോ, നടുവത്തെ എല്ലിന് അവിടെ അങ്ങനെ വേണ്ടാത്തതിലൊന്നും ആംബുലൻസ് വിളിച്ചിട്ട് വരാൻ പോവാടുന്നേ. നിങ്ങളാണ് ഒന്നാമത്തെ ആള്, എല്ലാത്തിലും പോവാൻ ഒരുങ്ങും. ആശിക്കാക്ക് വരാൻ നേരം വൈകുന്നതാണ്. അപ്പൊ ഞാനും മാളും പറഞ്ഞ് ഇല്ല ശരിയാകും, ഞങ്ങൾ വരുന്നതാണ്. അങ്ങനെ ആര് മാളുവോ?
എല്ലാരും പോവാൻ തയ്യാറമ്മ ആദ്യമായിട്ടൊന്ന് കല്യാണത്തിനൊന്ന് പോയത് സാമ്പാർ ചോറ് ഉണ്ടായ കല്യാണത്തിന് പോയില്ല. ഉണ്ടാക്കലും ഇല്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ എനിക്ക് വേണ്ട. ഏതായാലും പറ്റാൻ യോഗ ഉണ്ട് കാണിട്ട് എന്നെ വിളിച്ചെത്തിയാട്ട് ആദ്യം കടന്നല് കുത്തി guys. ആദ്യം കട്ടുമ്പോട്ടിട്ട് മുട്ട് കുത്തി ചോര വന്നേ. ആ തള്ളനെ പറഞ്ഞിട്ടാ തവള പറഞ്ഞതല്ല. എന്താ പറഞ്ഞത് ഇഞ്ച കറി വേണ്ട ആദ്യം പറ്റാൻ ഇപ്പഴല്ലേ ഞാൻ പറഞ്ഞങ്ങളെ അറിയാണ്ടാന്ന് തല്ലുകൂടാൻ ആഗ്രഹമില്ലായിട്ടല്ല. ബാക്കി കേക്കട്ടെ എല്ലാരും അനങ്ങിയ കച്ചറാണ് പഠിച്ചോനെ ഇവിടെ അനങ്ങിയ കച്ചറ. ബാക്കി പറയും. ഇന്നിപ്പോ ഇറച്ചിക്കറിയിലുള്ള ഓളയിലേക്ക് ഇട്ട ഒരു പീസില് ഞാൻ അതിലെന്താ കരളുണ്ടാവില്ല കറുത്തിട്ടുള്ള ഇറച്ചി, ആ ഒരു ഇറച്ചി ഞാൻ എടുത്തതിനുള്ള കച്ചറ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയൊക്കെ ഈ ഇരുട് വരുമ്പോ എല്ലാം കൂടി ഫോൺ എന്തോ ഒരു കളറ് വരും. ഒന്നുമില്ല. അപ്പൊ കച്ചറകൾ ഇപ്പൊ നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ കുണ്ഠിതപ്പെടണോ. അപ്പോ നമ്മള് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർസൂന് അടിയോടിന്റെ അടുത്ത് കെട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞാൻ മുന്നോട്ട് നോക്കി പറയും, ഞാൻ മുഖത്തേക്ക് നോക്കിയാൽ ലാസികാക്ക് ഒരു കളവ് എന്നോട് പറഞ്ഞു. ഞാൻ കളവല്ല എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് വാദിക്കും. ഞാൻ പറഞ്ഞു ഞാനത് അറിഞ്ഞില്ല. എന്നിട്ട് ഇല്ല ഞാൻ എന്നോട് പറഞ്ഞിക്കണെന്ന് പറഞ്ഞു. അത് അതിനുള്ള വാദന അവിടെ ഉണ്ടായിനത്. അല്ലാണ്ട് തോണ്ടണ്ട ഞങ്ങള് തോണ്ടിക്ക് പറയൊന്നും വേണ്ട. സത്യം അതാണ്. ഓരോരോ കൊച്ചു കൊച്ചു കുടുംബ കലഹങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ചെറിയ ചെറിയ ചിറ്റലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നല്ലവരായിട്ട് ആരുമില്ല. എല്ലാ കുടുംബത്തിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് ഞങ്ങൾ ചട്ടിയും കലാകുമ്പോ ഞങ്ങൾ ചട്ടിയും മുട്ടിന്നൊക്കെ ആയിരിക്കില്ല. കക്കുച്ചി കടിക്കല്ലേ കക്കുച്ചി നമ്മളെ അല്ലെങ്കിൽ കുറച്ച് മാഞ്ഞാളം കറി. ആയിക്കോട്ടെ. എനിക്കിപ്പോഴും കുട്ടിത്തം തുളുമ്പുന്ന പ്രായമാണ് എന്റെ കുട്ടിത്തം. 33 വയസ്സാവും. 35 പറയും. അങ്ങനെ എന്തിനാ കുറയ്ക്കാൻ നിക്കണേ? 35 എന്ന് പറയും. പഠിച്ചവനാണ് സത്യം അറിയും. പഠിച്ചവനാണ് സത്യം ഞാൻ പറയില്ല. കാരണം എനിക്ക് 33 വയസ്സായിട്ടില്ല, 35 വയസ്സായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യം? നിങ്ങൾ പറയുമ്പോ ഞാൻ കൂട്ടി പറയണല്ലോ. അതാണല്ലോ ഞങ്ങൾക്ക് ഇത്. അന്നപ്പം വേറെ ഒന്നല്ല, ഒരു കല്യാണം എനിക്കൊരു പൂതി വന്നു. ആശിക കൊണ്ടുപോകുന്ന പറഞ്ഞ് പൂതി എപ്പിച്ചപ്പോ അങ്ങനെ പോയിന്നേ ഉള്ളു. അല്ലാണ്ട് എനിക്കിങ്ങനെ സാമ്പാറും ചോറും, അതായത് കല്യാണ വീട്ടിലത്തെ സാമ്പാറും ചോറും പ്രത്യേക ടേസ്റ്റ്. ഹിന്ദുക്കളും കൂടി വെക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോയതിന്. പക്ഷെ അവിടെ ഇറച്ചിക്കറി നെയ്ച്ചോറും ആയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഒക്കെ തിന്ന് കഴിഞ്ഞ് അവിടെ കുത്തിരിഞ്ഞ് ഐസ്ലി കുറച്ച് പാല് കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. തിരിച്ചു വരുമ്പോ അതാ പടവെന്ന് പറഞ്ഞു ലന്നടിച്ച് വെക്കണം. ഞാൻ എന്റെ മോളെ ഒന്നും ചെയ്തില്ല. മോളെ മുറുക്കി പിടിച്ചതിനെക്കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കമന്റ് ഇടുന്ന ആരോ ഫർസൂന് വേണ്ടിട്ട് മുട്ടയിലോ പത്തിരിച്ചട്ടിയിലോ ചെമ്പിലോ എങ്ങനെയോ അങ്ങനെ ആണെങ്കിലും പഠിച്ചവന് പോലെ ആയിക്കോളും. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. അല്ലാണ്ട് ഫർസൂന് അങ്ങനെ പറ്റേണ്ടതില്ല. പക്ഷെ എനിക്ക് വെച്ചടി കേട്ടില്ല. ഇറക്കാണോ വെറുക്കാണോ കേറ്റാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല വീച്ചാണ് വീണ്. കാരണം എനിക്ക് ഇരിക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ട്. എണീക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി എനിക്ക് അവിടെ ഒരു പെയിൻ ഉണ്ട്. അതിനുള്ള ചികിത്സക്ക് വേണ്ടിയിട്ട് ഞാൻ പോവാനൊക്കെ നിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു വീച്ചും കൂടി വന്നപ്പോ പറഞ്ഞ് തീരട്ടെ വിചാരിച്ചു വണ്ടി ഇവിടെ സൈഡാക്കിയ. ഫർസൂന് കൈ നേരെ നിക്കൂല. കൈയൊക്കെ കുത്തി, കൈയിന്റെ മുട്ട കുത്തിയിട്ട് ഇങ്ങനെ കളിക്കും. അതിന്റെ മുന്നേ ഒരു വട്ടം കാല് മുറിഞ്ഞിട്ടാണ് അവിടത്തേക്ക് പോണത്. ഒരു കച്ചറൊക്കെ കഴിഞ്ഞിട്ട് ആശികാനിക്ക് വരണ്ട. ഞാൻ പറഞ്ഞു ഞാൻ പോയി വരും. ഈ വരണ്ട ഞാൻ വരും. അങ്ങനെ ഞാനും ആശികാന്റെ ഫ്രണ്ട് ഉണ്ട് ഓളും കൂടി നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് കാറില്. അല്ലേ? എന്താ അങ്ങക്കൊരു മ്ലാനത പറ. എന്തൊക്കെ കാണണം. ഇന്നലെ ഈ ഡ്രസ് ഇട്ടിട്ടാണ് പോയത്. കമന്റ് ഇട്ടിക്കണേ ആശി പാവാണില്ലേ, അവൻ സത്യം പറഞ്ഞ ഇതില് കുടുങ്ങിപ്പോയതാ. സത്യാണ് ഗൈസ്, കുടുങ്ങിപ്പോയതാ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഒഴിവാക്കണോ? ഡിവോഴ്സ് ചെയ്യണോ? ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ താല്പര്യമാണ്. നിങ്ങൾ വേണം വീഡിയോയിൽ ഇങ്ങനെ പറയൂ. ലാസ്റ്റ് പിടിച്ചിങ്ങനെ ചുമരുമ്പോ എനിക്ക് ഡിവോഴ്സ്, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ വേണമെങ്കിൽ നമുക്കൊരു വക്കീലിന്റെ അടുത്ത് എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട. ഓക്കെ? എനിക്കിന്റെ യൂട്യൂബിന്റെ സാധനങ്ങളൊക്കെ തന്നാ തിരിച്ചു തന്നാ. യൂട്യൂബ് ആണ് വലുത്, പുയ്യാപ്പിളല്ല. അല്ലെങ്കിൽ ജീവിക്കണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ഏതെങ്കിലും വീഡിയോ എപ്പോഴെങ്കിലും ഇട്ടിട്ട് ഞാൻ ജീവിച്ചോളാം. പിന്നെ ഞാനിന്റെ 2 മക്കളും ഇല്ലേ, പിന്നെ ഞാൻ എന്താക്കാനാ? ഏതായാലും ഒരു അബദ്ധത്തിലേ പോയി ചാടുള്ളൂ. 2ാമത്തെ അബദ്ധത്തിൽ ഞാൻ പോയി ചാടും. കല്യാണം ഒന്നും കഴിക്കൂല, അത് വേറെ കാര്യം. നിങ്ങൾ കഴിക്കുന്ന എനിക്കറിയാം. ഞാൻ ചത്തു പോയാലും ആശികാക്ക വേറെ കല്യാണം കഴിക്കും, സുഖിച്ച് ജീവിക്കുകയും ചെയ്യും. ഇല്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ അയ്യോ പോയേ വർഷം പോയേ പറഞ്ഞ് നിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ മരിച്ചാൽ ഞാൻ ചെയ്യൂല. അതാണ് സ്നേഹബന്ധം. സ്നേഹം തൊള്ളോണ്ട് മാത്രം ഇങ്ങനെ പറയേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരിക്കണ്ടി
ഇവിടെ നല്ല പണ്ട് ഇവിടെ നല്ല പെണ്ണുങ്ങളൊക്കെ അടിപൊളി ഉണ്ട്. സ്ഥലം അതിനിട്ടോ. ഇപ്പോഴും അവിടെ എന്താന്ന് കുഴപ്പം? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ അപ്പൊ വലുതാക്കി ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കിക്കുന്നു. അത്യാവശ്യം കോമ്പറ്റീഷൻ ഫീൽഡ് ആയോ എന്നൊരു സംശയം. ഇതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇവിടെ ഉണ്ട്, വേറെ കെട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെ കൊണ്ട് അതിലും നല്ലതും വെടുക്കാച്ചിയും ഒക്കെ ഉണ്ട്. പിന്നെ ആടാകുമ്പോ ഒന്നും കൂടി സൗകര്യം ഉണ്ട്, ലേഡി ഡോക്ടറും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേ കെട്ടിക്കാൻ വേണ്ടി ആദ്യം ഇവിടെ ഇവിടെ ബിൽഡിംഗില് ഇവിടെ ആ പച്ച ബോർഡ് കാണുന്നതിന് നേരെ അപ്പുറത്ത് പച്ച ബോർഡ് പച്ച ബോർഡ് അതിന്റെ ഇവിടെ അതിന് പോലെ ആദ്യത്തെ ബിൽഡിംഗ് ഇപ്പൊ ഓല് മാറ്റിയിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു വലിയ അതാ ഷിഫ അല്ലെ, ഷിഫ എന്നല്ലേ, അൽ ഷിഫ എന്നാണോ അല്ലെ ഷിഫാന്നോ? ഷിഫ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഒരു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഉച്ചിനും കാര്യങ്ങളൊക്കെ ഉള്ള ഓലെ വൈഫും ഉണ്ട്, ഓലുണ്ട്. ഇപ്പൊ വേറെയും ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ആദ്യം ജൂത്താതെ വീണപ്പോഴും എനിക്കെന്ത് വയ്യാണ്ട് വന്നു ഉമ്മക്കൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ അതിന് കാണിക്കല്. സംഭവം ഒരു ഫാമിലി അടിയോടി കെട്ടാണ് ഇവിടെ. എല്ലാരും ഇടക്കിടക്ക് ഇങ്ങനെ വീഴും, ഊരക്ക് പറ്റും, കാൽമുട്ടിന് പരിക്കും. ജൂത്താതൊക്കെ അന്നാ വീണതാ, മയത്ത് കൊലായി തൊടിക്കുമ്പോ അങ്ങനെ വീണതാ. അപ്പം ഗ്യാസ് നമ്മളിതാ ഇവിടെ എത്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഷിഫ ക്ലിനിക്കാണ്. അതിൻ്റെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പാർക്കിംഗ് ഒക്കെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടെ കാണിച്ചിട്ട് തരാം. ഏറ്റവും നല്ല ഇവിടെ ഇറങ്ങണതായിരിക്കും നമുക്ക് നന്നാകാതെ. അപ്പം ഗൈസ് നമ്മളവിടെ കാണിച്ച കുറേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ കുറേ നേരം കിടന്നു. അന്നപ്പോൾ ഓല് വന്ന് നോക്കിയപ്പം പറഞ്ഞു അവിടെ ചെറിയ ഫ്രാക്ചർ കാണുന്നുണ്ട്. അതപ്പോൾ ഒന്ന് എക്സ്റേ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു കെട്ടാൻ പറ്റുന്ന സ്ഥലത്തല്ല, നേരെ ഇതിൻ്റെ അവിടെ എല്ലിനായതിനെ കൊണ്ട് കെട്ടാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് എക്സ്റേ എടുത്ത് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. ഒരാൾക്ക് ഭയങ്കര ദേഷ്യം, കുറേ നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ദേഷ്യം. ഭാര്യമാർക്ക് എന്തെങ്കിലും വന്നാൽ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്യണം. നിങ്ങൾ എന്താ നിങ്ങനെ ദേഷ്യം പിടിച്ച് കുത്തിരിക്കണേ? ആടുന്ന് പുറത്തുനിന്ന് പിറുപിറുക്കട്ടെ ഇനിയല്ലോ. ഇതെന്താ അവള് കയ്യാത്ത്? ഞാൻ കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നല്ലോ, ഞാൻ പോയതിന്റെ ശേഷം കുറെ ആൾക്കാർ പുറത്തേക്ക് വന്നല്ലോ, ഓള് മാത്രം പുറത്തേക്ക് വന്നില്ല. അതാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. അതാണ് ഈ ചങ്ങായി. മുട്ടുമാണിയാ മുട്ടുമാണി അല്ലേ? എന്നോട് സ്നേഹല്ലേ നിങ്ങൾക്ക്? സ്നേഹം കൂടുതലാ. എന്താല്ലേ വായയിൽ അമ്പായങ്ങ ഉണ്ടോ? എന്തേലും പറയ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സബ്സ്ക്രൈബോ സോറി, എക്സ്റേ എടുക്കാൻ വേണ്ടി പഠിപ്പിച്ച എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നാ. അപ്പൊ ആട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. നിങ്ങൾ കാര്യാക്കണ്ട. പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് വന്നിട്ട് എന്താ നോക്കട്ടെ കേട്ടോ. ഗൈസ് ഇവിടാണ് എക്സ്റേ കേന്ദ്രം, ലാബ് ECG ഡയഗ്നോസ്റ്റിക് സെന്റർ. ഇനി പോയി എടുത്ത് വാട്ടാ. കേട്ടിട്ടും ഉണ്ടാവില്ല ചില്ല് കൂട്ടിയിട്ട്. അപ്പം ഗൈസ് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് അങ്ങനെ ഇവിടെ കാണിച്ചപ്പം അപ്പോൾ ഇവിടുത്തെ ഒരു പറഞ്ഞ് അവിടെ ഒരു ക്രാക്ക് വീണിക്കണ്, പിന്നെ ചെറിയൊരു വളവ് വന്നിക്കണ്. ആദ്യം എനിക്ക് ഉണ്ടായ പ്രശ്നം ഒന്നും കൂടി വഷളായിക്കണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് അങ്ങനത്തെ സ്ഥലം കെട്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ എന്തോ ഒരു ചെറിയൊരു മരുന്ന് വെച്ച് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കുറേ റെസ്റ്റ് എടുക്കാം. മെയിൻ റെസ്റ്റ് കിടക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ കോക്കിസിൻ്റെ അവിടെ അതിനെക്കൊണ്ട് അവിടെ ഒരു കുഷൻ ഇട്ടിട്ട് എപ്പോഴും ഒരു നമ്മൾ കാറിലിരിക്കുമ്പോഴാണ് നമ്മൾ കുഷൻ ഇട്ടിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. മെയിൻ റെസ്റ്റ് കിടക്കലും ആണ്. അപ്പോൾ ഇപ്പം 2 മക്കളും വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കത് അങ്ങനെ റെസ്റ്റ് എനിക്ക് ഇപ്പം കിട്ടുമെന്ന് തോന്നിയില്ല എന്നാണ്. അന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു എന്നാലും ഒന്ന് ഓർത്തോല് കാണിച്ചോക്ക്, അത് ഇംഗ്ലീഷ് കാണിച്ചാൽ പെട്ടെന്ന് മാറും, അവർ ഇഞ്ചക്ഷനും മെഡിസിൻ തരും, പെട്ടെന്ന് നമ്മൾ പതിയെ മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതായാലും തീരുമാനം എടുത്ത് ഇംഗ്ലീഷ് തന്നെ ആക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽ മാറ്റി ഇന്റർനാഷണൽ കിംസ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിട്ട് നമ്മൾ പോവാണ്. അപ്പൊ നല്ലൊരു ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് എക്സ്റേ എന്റെ കൈമലുണ്ട്, ഇനി അത് ഓർത്തോന്റെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താന്നാ പറയാ നമ്മളെ കിംസിലേക്കാണ് പോണ അല്ലെ? കൊടുവള്ളിയല്ലേ കിംസ്? അതെ, നമ്മള് കിംസില് ഡോക്ടർ പോയി നോക്കട്ടെ. അടുത്ത കല്യാണത്തിന് പോരണോ? ഇല്ല, കല്യാണം നിർത്തി. കല്യാണം കൂടിയതേ ഓർമ്മയില്ല. ഇനി ഒരു കല്യാണവും വേണ്ട. പക്ഷെ അവിടുത്തെ കറി ഒരു രക്ഷയില്ല അല്ലേ? ഞാൻ ആശിക്കാക്കളെ വരുമ്പോ നിങ്ങൾക്ക് കുറച്ച് കറി വാങ്ങിക്കൂടെ അവിടുന്ന്? വീട് ആടെ കരിഞ്ഞു മെയ്ക്ക് എന്നിട്ടും പറയാ കാക്ക കുറച്ച് പറഞ്ഞാ കരിന്റെ. ഏതായാലും നമുക്കിനി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ 2 മക്കൾ അവിടെ ഉണ്ടാവോ എന്തോ. അപ്പൊ ഉമ്മ ഉണ്ട് അവിടെ,
അമ്മയും അന്നൂസൊക്കെ ഉണ്ട്. അപ്പൊ അമ്മനെ വിളിച്ചത് ആയിസമ്മക്ക് രണ്ടാളെയും ഒപ്പരം നോക്കാനാവൂലല്ലോ. അപ്പൊ ഉമ്മയും കൂടി ആകുമ്പോ നസ്ലീനമ്മ നോക്കും, രണ്ടാളിമ്മ നോക്കും. അപ്പൊ അങ്ങനെ രണ്ടാളും അങ്ങോട്ട് കളിച്ച് കുത്തിരിക്കും. അപ്പൊ ഇനി ഏതായാലും ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഇനി എന്താ പറയുന്നത് നോക്കാം. നമ്മളങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ എത്തി. പക്ഷെ ഇവിടെ ഡോക്ടർ ഇല്ല. ഓർക്കോണ ഡോക്ടർ കാഷ്വാലിറ്റി കേട്ടാ പോലെ കുറേ അതായത് മെല്ലെ പറഞ്ഞ അവിടെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് മെല്ലെ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ടോക്കനൊക്കെ എടുത്ത് ജാബിറ ഫർസാന 31 ഏജ് ടിക്കറ്റൊക്കെ എടുത്തിങ്ങാണ്ട് ഇവിടെ കുത്തിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഓ ഇവിടെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ഡോക്ടറെ കാണിക്കാൻ വന്നാട്ടെ. നമ്മളെ ഡോക്ടർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും കൂടി ഇപ്പൊ വന്നിട്ട് വലിയ തിരക്കൊന്നും ഇല്ലല്ലേ? കുറച്ച് തിരക്കുകൾ. നമ്മളിപ്പോ 2 മണിയായില്ലേ, 12 മണിയൊക്കെ കഴിഞ്ഞിക്കണല്ലേ. നേരെ 1 മണിയാവാൻ 1 മണി. അവിടെ എസ്ലി വിളിച്ച് വെറുപ്പിക്കാണ്. അമ്മാനും പറഞ്ഞ് വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയരുതല്ലോ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാ കൊണ്ടുപോകൂലെന്ന് ഇങ്ങനെ പറയാ. ആദ്യം എന്നോട് കൊണ്ടുപോകാൻ ഡോക്ടർ എന്ത് പറഞ്ഞു പറയും. ഡോക്ടർ മരുന്ന് തന്നു. ഇപ്പൊ കുഴപ്പം അത്ര ഓവർ കുഴപ്പം കാണുന്നില്ല. എന്നാലും മെഡിസിൻ ഇപ്പോൾ 7 ദിവസം കഴിക്കാൻ പറഞ്ഞ്, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. നാളെ ഞായറാഴ്ച ആണ്. എനിക്കൊരു കല്യാണം ഉണ്ട്. ആരൊക്കെ പോരണം? നിങ്ങൾ പോരണമ്മ? അമ്മായി പോരണോ? നീ പോരണോ? ബാബിനെ വീട്ടിൽ കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുപോയ സാധനം പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു തരരുത്. ഓക്കെ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാബിനെ വരൂല. ആര് കുഴിച്ചിട്ട് ഇത് കുഴിച്ചിട്ടാ 2 ഉണ്ടാകുമോ? മുളയ്ക്കോ? ലെസ്ലിക്ക് വരുമ്പോ നമ്മള് എന്താ സിപ്പപ്പ് വാങ്ങിയില്ല. അതിന്റെ കച്ചറാണ് വീരാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടർ മെയിൻ റെസ്റ്റ് കിടക്കാണ്ട് ഇതാവൂലെന്ന് എന്നാ പറഞ്ഞത്. മെയിൻ കിടക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാരും നാളെ അങ്ങോട്ട് പോരും. പിന്നെ എന്തെങ്കിലും വ്യാപനം കാണണ്ടിരിക്കാൻ ചോദിക്കുമ്പ നാളെ തന്നെ തർക്കിച്ച് പറയും. എടുങ്ങാറാക്കിക്കാളും മനുഷ്യനിട്ട്. ലെസ്ലി മോളെ നമുക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്